ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൗനരാഗത്തിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹറിൻ്റെ മേലെ രാഹുലിന് ഒരു സംശയം വരുന്നുണ്ട്. ആ ഒരു സംശയത്തിൻ്റെ കാര്യം സരയുവിനോട് ഷാരിനോടും പറയുന്നുമുണ്ട്. അതേപോലെ ജുബാനയുടെ ബാപ്പയാണെന്നുണ്ടെങ്കിൽ രാഹുലിനെ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ സംശയം ഇരട്ടിക്കുകയാണ്. അതേപോലെ ന്യൂ ഇയർ ആഘോഷം രൂപയുടെ വീട്ടിൽ തകൃതിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ ചന്ദ്രസേൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കല്യാണിയും അതേപോലെ സോണി എല്ലാവരും കൂടിയിട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കഥയുടെ ഉള്ളടക്കം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വൈകാതെ കഥയിലേക്ക് പോകാം. അങ്ങനെ വഴിയിൽ വെച്ചിട്ട് ജുബാനയുടെ പാപ്പനെ കണ്ട കാര്യം സരയു വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുലിനാണെന്നുണ്ടെങ്കിൽ മനുവിൻ്റെ പേരിൽ ഒരു സംശയം വരുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, ഇത്ര ദിവസമായിട്ട് നീ ഡെയിലി അമേരിക്കയിൽ പോകണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഇതേവരെ അമേരിക്കയിൽ പോകണതിനെ പറ്റിയുള്ള വേറെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മനോഹറിനെ സംശയിക്കുകയാണ്. അവൻ അവിടെ കമ്പനികളുണ്ട് എന്ന് പറയുന്നതല്ലാതെ അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ടൊരു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല എന്നും കൂടി പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് സരയു പറയുന്നുണ്ട്, എൻ്റെ മനുവേട്ടനെ നിങ്ങൾ സംശയിക്കരുത്. സംശയിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുവേട്ടന് എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ഒറ്റയ്ക്ക് ചിലപ്പോൾ അമേരിക്കയിലേക്ക് പോകുമെന്ന് പറയണം. അപ്പോൾ ഇവർ സംസാരിക്കുന്നതെല്ലാം അവിടെ സ്റ്റെയർ കേസിൻ്റെ അവിടെ നിന്നിട്ട് മനോഹർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ ഇങ്ങനെ വല്ലാതെ ട്രസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടപ്പോൾ മനോഹർ സമാധാനമാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ മുകളിലേക്ക് കയറി അവനും പോകുന്നുണ്ട്, സരയും പിന്നാലെ പോകുന്നുണ്ട്. ആ സമയം ഷാരി ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ മനോഹറിനെ സംശയിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അവൻ്റെ കാര്യത്തിൽ വളരെയധികം സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ്. ആ സമയം ഷാരി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മനോഹറും കൂടി ഇങ്ങനെ ശരിയല്ല കള്ളനാണെന്ന് അറിഞ്ഞ് നമ്മുടെ മോള് മൊത്തത്തിൽ തോറ്റു പോകും, തകർന്നു പോകുമെന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് രാഹുൽ പറയുന്നുണ്ട്, അവൾ അതുകൊണ്ട് മാത്രമല്ല വേറൊരു കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ തോറ്റു പോകുന്നതെന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിലാലോചിക്കുന്നത് താര വീട്ടിലേക്ക് വന്നിട്ട് അവളെ കുഞ്ഞാന്ന് പറയുന്നതും അവൾ തിരിച്ചു വേണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവളുടെ കുഞ്ഞായതുകൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്താലും നന്നാവാത്തതും ഗതി പിടിക്കാത്തതും ഇങ്ങനെ തോറ്റു പോകുന്നതെന്നൊക്കെയാണ് അവൻ മനസ്സിലാലോചിക്കുന്നത്. അപ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്, എന്തെങ്കിലും ഇതിൻ്റെ പിന്നിൽ കാര്യമില്ലാണ്ട് നിങ്ങളിങ്ങനെ ആലോചിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എല്ലാ കാര്യവും നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ മൊത്തത്തിൽ തളർന്നു പോവും, തകർന്നും പോവും, അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്, അതുകൊണ്ട് അറിയാണ്ടിരിക്കുകയായിരിക്കും നിനക്ക് ഏറ്റവും നല്ലതെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് രാഹുൽ പോകുന്നുണ്ട്. അപ്പോൾ ഷാരിയാണെന്നാലും മൊത്തത്തിലാകെ തളർന്നു പോവുകയാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുണ്ടാവുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട്. അങ്ങനെ ചന്ദ്രസേൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ന്യൂ ഇയർ ആഘോഷം അടിച്ചു പൊളിക്കാനായിട്ട് എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ അലങ്കാരങ്ങളൊന്നും കളയാൻ നിൽക്കണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അച്ഛൻ്റെ പിറന്നാളല്ലേ, അപ്പോൾ ഇതിനും ഗംഭീരമാക്കണം നമുക്കെന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ പിറന്നാൾ ആഘോഷം ആകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയും കൂടി വേണമെന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയും കൂടി ഇല്ലെങ്കിൽ എന്താ വേറെ ആൾക്കാർ വരാനായിട്ട് നിൽക്കുന്നില്ലേ എന്നും കൂടി കിരണൊക്കെ കളിയാക്കാമെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ നല്ല പ്രായത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, അപ്പോഴാണ് ഇപ്പോൾ എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് ഞങ്ങളെല്ലാവരും അറിയുന്നുണ്ട്, ഇങ്ങനെ സുഖമാണോ, ഭക്ഷണം കഴിച്ചു ഉറങ്ങിയോ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രസേനൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും തട്ടിപ്പറിച്ച് കിരൺ വായിച്ച് നോക്കുന്നുണ്ട്, ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടല്ലേ കറക്റ്റ് സമയത്തെന്ന് പറയുകയാണ്. അങ്ങനെ ഒരു കളിയും ചിരിയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രൂപയുടെ വീട്ടിലാണെങ്കിൽ ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടിയുള്ള അലങ്കാരങ്ങളൊക്കെ യാമിനി ചെയ്യുന്നുണ്ട്. അപ്പോൾ രൂപയും കൂടെ കൂടിയിട്ട് അതൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജുബാനയുടെ ബാപ്പയാണെങ്കിൽ രാഹുലിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആ കള്ളൻ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, എൻ്റെ മകളുടെ കല്യാണം കഴിച്ചിട്ട് ഗൾഫിലാണെന്നും പറഞ്ഞിട്ട് ഇത്ര നാളായിട്ടൊന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല, അവനാണ് നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്ന മനോഹർ എന്ന് പറയുകയാണ്. അപ്പോൾ രാഹുൽ ജുബാനയുടെ ബാപ്പയുടെ മുമ്പിലാണെന്ന് മനോഹറിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതെൻ്റെ മോളുടെ ഭർത്താവാണ്, അവൻ്റെ അച്ഛനമ്മക്ക് ഇവിടെ പത്തനംതിട്ടയിലുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല എന്നൊക്കെ കൂടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജുബാനയുടെ ബാപ്പ പറയുന്നുണ്ട്, ഞാനിപ്പോൾ അവനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അറിഞ്ഞത് അവൻ ആലപ്പുഴയിലൊരു വീടുണ്ടെന്നാണ് പറഞ്ഞത്, അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു വീടും ഇല്ല കുടുംബക്കാരും ഇല്ല എന്നാണ് പറയുന്നത്. അതേപോലെ അവന് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ അറിഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ മനോഹർ റിയാസ് ആവാതിരിക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നുള്ളൊരു കാര്യം ജുബാനയുടെ ബാപ്പ പറയുന്നുണ്ട്. ഇനി റിയാസാണ് മനോഹർ എന്നുണ്ടെങ്കിൽ അവനെ ഞാനും എൻ്റെ മക്കളും കൂടി വെട്ടി തുണ്ടാക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പോകുമ്പോൾ രാഹുലിന് പിന്നെയും സംശയം ഇരട്ടിക്കുകയാണ്. അങ്ങനെ രാഹുൽ നേരെ തന്നെ
മനോഹറിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മനോഹറിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്. മനോഹറിനെ പറ്റി കൂടുതലായിട്ട് പറയുകയാണ്. എടാ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മോളെയും കൂട്ടി നീ അമേരിക്കയിലേക്ക് പോകാനായിട്ട് നോക്കണം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് ശരിയാവില്ല. കാരണം അവൾക്കൊരു കുഞ്ഞൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ വിഷമമുണ്ട്. അപ്പുറത്താണെന്നുണ്ടെങ്കിൽ അവൾക്ക് കുഞ്ഞുമായി സംസാരിക്കാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അവൾക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകാനായിട്ട് നോക്കണം എന്ന് പറയുകയാണ്. അത് പിന്നെ അമേരിക്കയിൽ തണുപ്പായതുകൊണ്ടല്ലേ എന്ന് പറയുകയാണ്. ഏതൊരു കാലാവസ്ഥയിലായാലും മനോഹർ കൂടെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നുള്ളൊരു കാര്യം പറയുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുലിൻ്റെ മനസ്സിലുണ്ടായ സംശയങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനോഹറിന് അവിടെ അമേരിക്കയിൽ കമ്പനിയുടെ പേര് എന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ആ വായ തോന്നിയൊരു പേര് അന്നേരത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ ചൈനയിലുള്ള കമ്പനി പാർട്ട്ണർഷിപ്പിലാണോ, അങ്ങനെ ഓരോരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആ വായ തോന്നുന്നതൊക്കെ അവൻ പറഞ്ഞ് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അമേരിക്കയിലേക്ക് പോകാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യാം, ഞാൻ പുറത്ത് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തടി തപ്പി പുറത്ത് പോവുകയാണ് മനോഹർ. അങ്ങനെ മനോഹർ നേരെ തന്നെ കൂട്ടുകാരനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ അയാളോട് പറയുകയാണ്, ഇങ്ങനെ സരയുവിൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ എൻ്റെ മേൽ സംശയങ്ങൾ വന്ന് നോക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അമേരിക്കയിൽ പോയിട്ടില്ല. പല ഇങ്ങനെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അമേരിക്ക അങ്ങനത്തെ സ്ഥലത്തൊന്നും പോയിട്ടില്ലാത്തത് കൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ട് കുറച്ച് പേരുകളൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞ് ഞാൻ അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ കൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ കമ്പനിയുടെ പേരെന്തെന്നാ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ആ സമയം കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും തടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് മുങ്ങാമേട എന്ന് പറയാണ്. ഇതുവരെയായിട്ടും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഒന്നും തന്നെ ഈ ഒരു സംഭവത്തിൽ നമുക്ക് തടഞ്ഞിട്ടില്ല എന്നും കൂടി പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പിടികൊടുക്കാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം സംഘടിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് അവിടെ നിന്ന് മുങ്ങാമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ രാഹുലിനെ നല്ല രീതിക്ക് തന്നെ നീ ഒന്ന് കൈകാര്യം ചെയ്യും, നിനക്ക് അതൊക്കെ പറ്റുന്നതല്ലേ എന്നും കൂടി കൂട്ടുകാരൻ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞു പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് എല്ലാവരും ചന്ദ്രസേനൻ്റെ വീട്ടിലെ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണിക്ക് വളരെയധികം സന്തോഷമായിട്ട് അവൾ ഉറക്കം ഓളിയിടുന്നുണ്ട്, ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ എല്ലാവരും പറയുന്നുണ്ട് ബൈജു ആണെന്നുണ്ടെങ്കിൽ പടക്കം വാങ്ങാനായിട്ട് പോയത് കൊണ്ട് പടക്കക്കടയിൽ വളരെയധികം തിരക്കായതുകൊണ്ടാണ് ബൈജു നേരം വൈകുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തിൽ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് ആഘോഷമൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണിക്ക് സംസാരിക്കാൻ തുടങ്ങിയതിൻ്റെ അഹങ്കാരമാണ് ഇപ്പോൾ ഓളിയിരുന്നതെന്നൊക്കെ പറഞ്ഞ് കിരൺ കളിയൊക്കെയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാളും അടിപൊളിയായിട്ട് അച്ഛൻ്റെ പിറന്നാളും കൂടി ആഘോഷിക്കണമെന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ആടിപ്പാടി ചന്ദ്രസേനന് ചുറ്റും വട്ടം വയ്ക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രസേനാണെങ്കിൽ ആ സന്തോഷത്തിൽ ആറാടി പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഉറങ്ങാൻ പോലും പറ്റും തോന്നുന്നില്ല, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ സന്തോഷിച്ച് കണ്ടതെന്നും കൂടി പറയുകയാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് ഇന്നത്തെ മൗനരാഗത്തിലെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഏറ്റവും പുതിയ മൗനരാഗത്തിൽ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.